2025 നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച സീലിംഗ് ഫാൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സീലിംഗ് ഫാൻ വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും പണം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര തന്നെയായാലും നിങ്ങൾക്ക് അനുയോജ്യമായ സീലിംഗ് ഫാൻ ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരുപാട് സീലിംഗ് ഫാനുകളെ കുറിച്ച് പറയും. പക്ഷേ അതിനു മുമ്പ് എല്ലാ BLDC ഫാൻ നിർമ്മാതാക്കളും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ട്രിക്കിനെ കുറിച്ച് ഞാൻ പറയാം. പഴയ 75 വാട്ട് ഫാനുകളും നിങ്ങളുടെ ഫാനും നോക്കിയാൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് 3500-ലധികം രൂപ വൈദ്യുതി ചിലവിൽ ലാഭിക്കാനാകുമെന്ന്. എന്നാൽ ഇത് തികച്ചും ശരിയല്ല. 75 വാട്ട് ഫാനുകൾ പഴയ കാലത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായി 75 വാട്ട് ഫാനുകൾ ലഭ്യമല്ല. ഇപ്പോൾ 50 മുതൽ 52 വാട്ട് വരെയുള്ള സാധാരണ നോൺ BLDC ഫാനുകളാണ് ലഭിക്കുന്നത്. അവയുമായി താരതമ്യം ചെയ്താൽ എന്താണ് പ്രയോജനമെന്ന് നോക്കാം. ഒരു 52 വാട്ട് സാധാരണ നോൺ BLDC ഫാൻ എടുക്കുക. അത് 24 മണിക്കൂറും പകുതി സ്പീഡിൽ ഓടിച്ചാൽ നിങ്ങളുടെ ചെലവ് 150 രൂപയായിരിക്കും. ഞാൻ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 8 രൂപയാണ് കണക്കാക്കുന്നത്. ഇനി അത് 24 മണിക്കൂറും ഫുൾ സ്പീഡിൽ ഓടിച്ചാൽ നിങ്ങളുടെ ചെലവ് 300 രൂപയായിരിക്കും. ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ ഒരു ഫാനിൽ നിന്ന് മാത്രം, അതും 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതി ചെലവ് 300 രൂപയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് BLDC ഫാനുകൾ നോക്കാം. അവ ഏകദേശം 35 വാട്ട് പവറിലാണ് വരുന്നത്. അവയെ 24 മണിക്കൂറും പകുതി സ്പീഡിൽ ഓടിച്ചാൽ ചിലവ് 100 രൂപയായിരിക്കും. ഇനി 24 മണിക്കൂറും ഫുൾ സ്പീഡിൽ ഓടിച്ചാൽ ചിലവ് 200 രൂപയായിരിക്കും. ഇപ്പോൾ 200-നും 300-നും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതത്ര വലിയ വ്യത്യാസമല്ല. അവർ പറയുന്നത് പോലെ നിങ്ങൾ 3500 രൂപ മുതൽ 4000 രൂപ വരെ ലാഭിക്കുമെന്നത് തികച്ചും ശരിയല്ല. നിങ്ങൾക്കൊരു BLDC ഫാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് മികച്ച ടെക്നോളജിയാണ്. അത് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇവ നല്ല ഫാനുകളാണ്. ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ നിങ്ങളൊരു സാധാരണ ഫാൻ വാങ്ങുന്നത് വലിയ നഷ്ടമുണ്ടാക്കില്ല. അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ എല്ലാ ഫാനുകളെ കുറിച്ചും ഞാൻ പറയാം. എല്ലാ ഫാനുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആദ്യം നിലവിൽ 1100 രൂപയ്ക്ക് കിട്ടുന്ന ഫാനിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു പ്ലാസ്റ്റിക് ഫാൻ അല്ല, മറിച്ച് മെറ്റൽ, അതായത് അലുമിനിയം ബ്ലേഡ്സ് ഉള്ള ഫാനാണ്. ഇതാണ് ആക്റ്റീവ അപ്സര. ഇതൊരു നല്ല ഫാനാണ്. ആക്റ്റീവ ഒരു നല്ല ബ്രാൻഡ് കൂടിയാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ നല്ല ഫീച്ചേഴ്സും കിട്ടും. 390 RPM മോട്ടോർ ലഭ്യമാണ്. 240 CMM എയർ ഫ്ലോയും ലഭ്യമാണ്. ഇതിന് 50 വാട്ട് മോട്ടോർ ഉണ്ട്. ഇതിന്റെ വെയിറ്റ് 3.8 കിലോഗ്രാം ആണ്. ഇതിന്റെ മോട്ടോർ അല്പം കൂടുതൽ ശബ്ദമുണ്ടാക്കും. ഇതൊരു സാധാരണ ഫാനാണ്. എന്നാൽ 1200 രൂപയ്ക്കാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. ആക്റ്റീവ ഈ ഫാന് നൽകുന്നത് 2 വർഷത്തെ വാറന്റിയാണ്. ആ 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഫാനിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ നിങ്ങൾ ആക്റ്റീവയെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയത്തിന് മറുപടി നൽകുമോ, വീട്ടിൽ വന്ന് ഫാൻ നന്നാക്കി തരുമോ എന്നതിനൊന്നും യാതൊരു ഉറപ്പുമില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ ഇത് വാങ്ങാം. അല്ലെങ്കിൽ ഒരു 200-300 രൂപ കൂടി ചേർത്ത് ഒരു നല്ല ബ്രാൻഡ് ഫാൻ വാങ്ങുക. ഇത് ഒഴിവാക്കുക. ഇനി നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലെ ചാമ്പ്യൻ ഫാനുകളെ കുറിച്ച് സംസാരിക്കാം. അവ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും എപ്പോൾ വേണമെങ്കിലും വാങ്ങാൻ കഴിയുന്ന ഫാനുകളാണ്. ഇവയുടെ സർവീസിലോ ക്വാളിറ്റിയിലോ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഞാനിവിടെ 3 സീലിംഗ് ഫാനുകളെ കുറിച്ച് ഒരുമിച്ച് പറയാം. ഒന്ന് ബജാജിന്റെ ഫാനാണ്. രണ്ടാമത്തേത് ഓറിയന്റിൽ നിന്നുള്ള വളരെ നല്ലൊരു ഫാനാണ്. മൂന്നാമത്തേത് ക്രോംപ്ടന്റെ സീലിംഗ് ഫാനാണ്. മൂന്നിന്റെയും വില ഏകദേശം ഒന്ന് തന്നെയാണ്. 1400-നും 1500-നും ഇടയിൽ വില അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഇവ മൂന്നിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാം. മൂന്നിലും നിങ്ങൾക്ക് 350 മുതൽ 390 വരെ RPM-ലുള്ള മോട്ടോർ കാണാം. മൂന്നിന്റെയും എയർ ഫ്ലോയും സെയിം ആണ്. 210 CMM. മൂന്നിലും പവർ കോട്ടഡ് അലുമിനിയം ബ്ലേഡ്സ് ഉണ്ട്. ഇത് ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. മൂന്നിലും 100% കോപ്പറിന്റെ ഡബിൾ ബാർ ബെയറിംഗ് മോട്ടോർ ഉണ്ട്. ഇത് വളരെ മികച്ച ഒരു കാര്യമാണ്. മൂന്നിലും 50 വാട്ട് മോട്ടോറുമുണ്ട്. ഇത് നോൺ BLDC മോട്ടോർ ആണ്. അതിനാൽ ഇവ ബട്ടണുകൾ കൊണ്ട് നിയന്ത്രിക്കുന്ന ഫാനുകളാണ്. ഇതിൽ റിമോട്ട് കൺട്രോൾ ലഭിക്കില്ല. ഇത് ഒരുപാട് പേർക്ക് വളരെ നല്ല കാര്യമാണ്. കാരണം റെഗുലേറ്റർ ഉപയോഗിച്ച് ഫാൻ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഈ 3 ഫാനുകളും അത്തരത്തിലുള്ളവയാണ്. 3 ഫാനുകളുടെയും സൗണ്ട് വളരെ മികച്ചതാണ്. അവയിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ക്രോംപ്ടൺ, ഓറിയന്റ്, ബജാജ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഡബിൾ ബാർ ബെയറിംഗ് മോട്ടോർ നൽകും. അതുമൂലം മോട്ടോറിന്റെ ശബ്ദം വളരെ കുറവാണ്. ഫാനിൽ നിന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് ശബ്ദമൊന്നും കേൾക്കാൻ കഴിയില്ല. 3 ബ്രാൻഡുകളും നിങ്ങൾക്ക് 2 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി നൽകുന്നുണ്ട്. ഈ വിലയിൽ 3ഉം വളരെ മികച്ച സീലിംഗ് ഫാനുകളാണ്. ഏതെങ്കിലും ഒന്നിന്റെ ഡിസൈൻ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ കളർ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ അതനുസരിച്ച് വാങ്ങാം. കാരണം ബജാജ് ആയാലും ഓറിയന്റ് ആയാലും ക്രോംപ്ടൺ ആയാലും 3 ബ്രാൻഡുകളും മികച്ചതാണ്. മൂന്നിന്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബഡ്ജറ്റ് അല്പം കൂട്ടി ഡിസൈനർ ഫാനുകളിലേക്ക് വരാം. അതായത് ഫാനുകളിൽ അല്പം ഡിസൈൻ എലമെന്റ് വേണം. നിങ്ങളുടെ ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ ഡ്രോയിങ് റൂമിലോ വെക്കാനാണെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു ഫാൻ വേണം. 2 ഫാനുകളെ കുറിച്ച് ഒരേ സമയം പറയാം. ഒന്ന് ഹാവൽസിൽ നിന്നും മറ്റൊന്ന് ഓറിയന്റിൽ നിന്നുമാണ്. 2 ഫാനുകളും വളരെ നല്ലതാണ്. ഹാവൽസ് ഫാൻ വളരെ മികച്ചതാണ്. അത് കാണാൻ വളരെ മനോഹരവുമാണ്. ഇത് നിങ്ങൾക്ക് 390 RPM മോട്ടോർ ലഭിക്കും. എന്നാൽ ഓറിയന്റ് ഫാൻ ഇതിലും മികച്ചതാണ്. കാരണം അതിന് 350 RPM മോട്ടോർ ഉണ്ട്.
ഹാവൽസ് ഫാനിന്റെ അത്രയും തന്നെ എയർ ഫ്ലോ, അതായത് 210 cmm നൽകുകയും ചെയ്യും. ഇതിനർത്ഥം കുറഞ്ഞ RPM മോട്ടോറിൽ നിന്നും നിങ്ങൾക്ക് അതേ എയർ ലഭിക്കും. അതായത് നിങ്ങൾക്ക് 50 വാട്ട് മോട്ടോർ ലഭിക്കുമ്പോൾ ഹാവൽസിൽ 52 മോട്ടോറാണ് ലഭിക്കുന്നത്. ഓറിയന്റിൽ ഡെക്കറേറ്റീവ് റിംഗ്സുമുണ്ട്. ഹാവൽസിലും നിങ്ങൾക്ക് ചില നല്ല ഡെക്കറേഷനുകൾ ലഭിക്കുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്. വർക്കിംഗിൽ 2 ഫാനുകളും മികച്ചതാണ്. എന്നാൽ നിങ്ങൾ പരിഗണിക്കേണ്ട വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. ഓറിയന്റിൽ നിങ്ങൾക്ക് 5 വർഷത്തെ വാറന്റി ലഭിക്കുമ്പോൾ ഹാവൽസിൽ 2 വർഷത്തെ വാറന്റി മാത്രമേ ലഭിക്കുള്ളൂ. ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഹാവൽസിന് 2499 രൂപ വില വരും. അതേസമയം ഓറിയന്റ് ഫാനിന് ഇപ്പോൾ 2099 രൂപയെ വിലയുള്ളൂ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ 2 ഫാനുകളും വളരെ നല്ലതാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ അല്പം ഭംഗിയുള്ള ഫാനുകൾ വേണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇവ രണ്ടും നല്ല ക്വാളിറ്റിയുള്ള സീലിംഗ് ഫാനുകളാണ്. ഇനി BLDC ഫാനുകളെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് അലക്സ, കണക്ടിവിറ്റി, ഇന്റർനെറ്റ്, വൈഫൈ പോലെയുള്ള ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും വേണ്ടെങ്കിൽ, നല്ല കാറ്റ് തരികയും ശബ്ദം കുറഞ്ഞതുമായ ഒരു ഫാൻ മാത്രം മതിയെങ്കിൽ 3000 രൂപയിൽ താഴെയുള്ള നല്ല BLDC ഫാനുകളെ കുറിച്ച് ഞാൻ പറയാം. ഈ 3 ഫാനുകളിൽ 2 എണ്ണം ആറ്റംബർഗിൽ നിന്നും 1 ക്രോംപ്ടണിൽ നിന്നുമാണ്. 3 ഫാനുകളും വളരെ നല്ലതാണ്. ഓരോന്നിനും അതിന്റേതായ ഗുണങ്ങളും കുറവുകളുമുണ്ട്. 2 ആറ്റംബർഗ് ഫാനുകളിലും നിങ്ങൾക്ക് 365 RPM മോട്ടോർ ലഭിക്കുമ്പോൾ ക്രോംപ്ടണിൽ 340 RPM ആണ് കിട്ടുന്നത്. ഇത് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. 3 ഫാനുകളുടെയും എയർ ഫ്ലോ ഏകദേശം 230 മുതൽ 220 cmm വരെയാണ്. ഇതും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. 3 ഫാനുകളും ഏകദേശം ഒരുപോലെ പ്രവർത്തിക്കുന്നവയാണ്. 3 സീലിംഗ് ഫാനുകളിലും നല്ല പവർ കോട്ടഡ് അലുമിനിയം ബ്ലേഡ്സ് ഉണ്ട്. അതായത് അവയുടെ ബ്ലേഡുകൾ വളരെ നല്ല ക്വാളിറ്റിയുള്ളതും പവർ കോട്ടറ്റുമായതിനാൽ പൊടി എളുപ്പത്തിൽ അടിഞ്ഞുകൂടില്ല. പക്ഷെ മാസത്തിൽ ഒരിക്കൽ വൃത്തിയാക്കണം. ഈ ആന്റി ഡസ്റ്റ് കോട്ടിംഗ് എന്നൊക്കെ ബ്രാൻഡുകൾ അവകാശപ്പെടുന്ന അത്തരം ഉപയോഗശൂന്യമായ ഫാൻസി ഫീച്ചേഴ്സിന്റെ പുറകെ പോകരുത്. മാസത്തിലൊരിക്കൽ അത് വൃത്തിയാക്കണം. 3ലും നിങ്ങൾക്ക് 35 വാട്ട് മോട്ടോർ ലഭിക്കുന്നുണ്ട്. ഇവ BLDC മോട്ടോറുകളാണ്. ഇപ്പോൾ ആറ്റംബർഗ് അവരുടെ മോട്ടോർ 22 വാട്ടാണെന്ന് അവകാശപ്പെടുന്നു. ഈ മാർക്കറ്റിംഗ് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നിങ്ങൾ സ്പീഡ് 5 വരെ ഓടിച്ചാൽ മോട്ടോർ 28 വാട്ട് ഉപയോഗിക്കും. എന്നാൽ ആറ്റംബർഗ് ഫാനുകൾക്ക് ബൂസ്റ്റ് മോഡ് ഉണ്ട്. അത് ഓൺ ചെയ്യുമ്പോൾ അവിടെ അത് 35 വാട്ട് ഉപയോഗിക്കും. സിമ്പിളായി പറഞ്ഞാൽ 3 ഫാനുകൾക്കും 35 വാട്ട് മോട്ടോർ ഉണ്ട്. 3 ഫാനുകൾക്കൊപ്പവും നിങ്ങൾക്കൊരു റിമോട്ട് കൺട്രോൾ ലഭിക്കും. അത് തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ളതാണ്. കാരണം അതൊരു നോർമൽ ബിൽഡ് ക്വാളിറ്റി റിമോട്ട് കൺട്രോൾ ആണ്. അത് നിങ്ങൾ ഏത് ആംഗിളിലേക്ക് ചൂണ്ടിയാലും പ്രവർത്തിക്കും. അതായത് നിങ്ങൾക്ക് മുറിയുടെ എവിടെ വേണമെങ്കിലും ചൂണ്ടാം. ഫാനിന് നേരെ ചൂണ്ടേണ്ട ആവശ്യമില്ല, അത് പ്രവർത്തിക്കും. അതൊരു നല്ല കാര്യമാണ്. 3 ഫാനുകളിലും LED ലൈറ്റ്സ് ഉണ്ട്. ഫാൻ ഓണാണെന്ന് ഇത് നിങ്ങൾക്ക് സൂചന നൽകും. ഈ ഫാനുകൾ നിങ്ങളുടെ സ്വിച്ചിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇവയോടൊപ്പം റെഗുലേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് നിങ്ങൾ ഫാനുകൾക്കൊപ്പം ഉപയോഗിച്ചിരിക്കുന്ന റെഗുലേറ്റർ ഈ ഫാനുകൾ സ്ഥാപിക്കുന്നതിന് ശേഷം പ്രവർത്തിക്കില്ല. കാരണം നിങ്ങൾ ഇനി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചായിരിക്കും അവയെ റെഗുലേറ്റ് ചെയ്യുന്നത്. BLDC ഫാനുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണിത്. 1 യൂണിറ്റ് വൈദ്യുതിക്ക് 8 രൂപ കണക്കാക്കിയാൽ നിങ്ങൾ പ്രതിമാസം ഏകദേശം 100 രൂപ ലാഭിക്കും. ഈ 3 ഫാനുകളും വളരെ നല്ലതാണ്. ഇവ വീട്ടിൽ സ്ഥാപിക്കാൻ പറ്റിയ ഫാനുകളാണ്. 3നും ബ്രാൻഡുകളിൽ നിന്ന് 2 വർഷത്തെ വാറന്റി ലഭിക്കുന്നുണ്ട്. 3 ഫാനുകളും 2600 രൂപ മുതൽ 2700 രൂപ വരെ വിലയുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ 3 ഫാനുകളും വളരെ നല്ലതാണ്. ഏത് മുറിയിൽ സ്ഥാപിച്ചാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. നല്ല കാറ്റാണ്. മോട്ടോറിൽ നിന്നൊട്ടും ശബ്ദവുമില്ല. അതാണ് BLDC മോട്ടോറുകളുടെ പ്രയോജനം. നിങ്ങൾക്കൊട്ടും ശബ്ദം കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഫാനിൽ നിന്നുള്ള കാറ്റിന്റെ മാത്രമായിരിക്കും. അത് ഏത് ഫാനിൽ നിന്നും വരും. പക്ഷേ മൊത്തത്തിൽ ഫാനുകൾ വളരെ നിശബ്ദമാണ്. ഇവയുടെ വില 2400-നും 2700-നും ഇടയിൽ അല്പം കൂടുകയോ കുറയുകയോ ചെയ്യാം. ഞാൻ അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ സീലിംഗ് ഫാനുകൾ വാങ്ങാം. ഇനി ഇതിലും മികച്ച BLDC ഫാനുകളെ കുറിച്ച് ഞാൻ പറയാം. ഒന്നല്ല, 2 ഓപ്ഷനുകൾ. ഇവ കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ളതും എയർ ഫ്ലോ അല്പം കൂടിയതുമായ ഫാനുകളാണ്. മോട്ടോർ അതേ BLDC 35 വാട്ട് ആണ്. എന്നാൽ അല്പം വ്യത്യസ്തമായ ബ്ലേഡ് ഡിസൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാറ്റ് നൽകാൻ കഴിയും. അതുകൊണ്ടാണ് ഇവയ്ക്കല്പം വില കൂടുതൽ. ഒന്ന് ഓറിയന്റിൽ നിന്നും ഒന്ന് ആറ്റംബർഗിൽ നിന്നുമാണ്. 2 ഫാനുകളും വളരെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചവയാണ്. 350 RPM മോട്ടോറിനൊപ്പമാണിത് വരുന്നത്. ഇവ ഏകദേശം ഒരേ എയർ ഫ്ലോ നൽകുന്നുണ്ട്. ഓറിയന്റിൽ നിങ്ങൾക്ക് 32 വാട്ട് മോട്ടോർ ലഭിക്കുമ്പോൾ ആറ്റംബർഗിൽ 35 വാട്ട് മോട്ടോറാണ് ലഭിക്കുന്നത്. ഇതിലെ ബ്ലേഡുകൾ പവർ കോട്ടഡ് ആണ്. ഇവ വളരെ മികച്ച ബ്ലേഡുകളാണ്. 2ലും മികച്ച BLDC മോട്ടോറുകളുണ്ട്. അത് ഇൻവെർട്ടറിൽ ദീർഘനേരം പ്രവർത്തിപ്പിക്കാൻ കഴിയും. 2ലും മികച്ച റിമോട്ട് കൺട്രോൾ ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് 2 ഫാനുകളും നന്നായി പ്രവർത്തിപ്പിക്കാനും ആസ്വദിക്കാനും കഴിയും. അവയുടെ ലൈറ്റുകൾ ഉപയോഗിച്ച് ഫാൻ ഏത് സ്പീഡിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാം.
ഇത് വളരെ ഈസിയും സൗകര്യപ്രദവുമായ ഒരു ഫീച്ചറാണ്. രണ്ട് സീലിംഗ് ഫാനുകൾക്കും പോയിന്റ് എനിവെയർ റിമോട്ട് കൺട്രോൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചൂണ്ടാം. ഫാനുകളിലേക്ക് തന്നെ ചൂണ്ടേണ്ട ആവശ്യമില്ല. അല്ലാതെയും ഫാൻ കമാൻഡ് സ്വീകരിക്കും. ഓറിയന്റിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വാറന്റി ലഭിക്കും. വില 2999 രൂപയാണ്. അതേസമയം അറ്റംബക്ക് നിങ്ങൾക്ക് 2 വർഷത്തെ വാറന്റി നൽകുന്നു. വില 3500 രൂപയാണ്. തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഏത് ഫാനിന്റെ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് വാങ്ങുക. രണ്ടും ഒരേ ക്വാളിറ്റി ഉള്ളവയാണ്. അതുകൊണ്ട് ഒന്ന് വളരെ മികച്ചതാണോ അല്ലെങ്കിൽ ഒന്ന് വളരെ മോശമാണോ എന്ന് പറയാൻ കഴിയില്ല. അത് വൈഫൈയിലേക്ക് കണക്റ്റ് ആകുമോ അലക്സയിലേക്ക് കണക്റ്റ് ആകുമോ എന്നൊന്നും പ്രധാനമല്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ആവശ്യമില്ലെങ്കിൽ ഇവ വളരെ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ എല്ലാ ഫാനുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങുന്ന സമയത്തെ ഓഫറുകൾക്കനുസരിച്ച് വിലകളിൽ വ്യത്യാസം വരാം. വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.